അമ്മേ, എനിക്ക് എന്തായാലും ലഹങ്ക വാങ്ങണം കേട്ടോ. കൊറേ നാളായിട്ട് ഞാൻ ആശിക്കുന്നതാ ലഹങ്ക വാങ്ങണോന്ന്. അങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട, വല്ല ചുരിദാറോ മിടിയോ അങ്ങനെ വല്ലതും മതി. അതെന്ത് പരിപാടിയാ അമ്മേ? എനിക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ ആർച്ച ചേച്ചി അമ്മയുടെ കയ്യിൽ പൈസ തന്നത്. എന്നിട്ട് ഇപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പൈസ തന്നൂന്ന് കരുതി എലങ്കയൊക്കെ വാങ്ങിച്ചു പൈസ കളയണ്ടെന്നാ പറഞ്ഞ. ഏലങ്കി അല്ലമ്മേ, ലഹങ്ക. ആ ലഹങ്ക. വായിക്കൊള്ളാത്ത ഓരോ പേരുകളും ഇട്ട് കാണാൻ കൊള്ളാത്ത കുറെ വസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ഇട്ടോണ്ട് നടക്കാൻ നിന്നെ പോലത്തെ കുറെ പരിഷ്കാരികളും. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഏതാന്ന് മനസ്സിലായോ? ആ ആർക്കറിയാം. അമ്മ ഓർക്കുന്നില്ലേ അന്ന് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് മാളിക വീട്ടിലെ സേലിയൻ ഇട്ടോണ്ട് വന്നത് മെറൂൺ കളറ്? ആ എനിക്ക് ഓർമ്മയില്ല. ഈ അമ്മയ്ക്ക് ഒരു ഓർമ്മയില്ല. ഞാനെന്ന് അമ്മയെ വിളിച്ച് കാണിച്ചു തന്നതാ. അന്ന് ഉത്സവത്തിന് വന്ന എല്ലാവരുടെയും കണ്ണ് ആ സെലീനയുടെ മേലായിരുന്നു. അതിനൊക്കെ വലിയ വിലയല്ലേ മോളെ? അത്രയും വിലയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് പാങ്ങുണ്ടോ? ആ ഇത് നോക്കിയാലോ. നിനക്കിത് ചേരും. അല്ലെങ്കിലും ഏതാ നിനക്ക് ചേരാത്തത്? നിന്റെ ഒരു ഭാഗ്യവേ. അതെന്താ സാരി ചേരുന്നത് മഹാഭാഗ്യാണോ? പിന്നല്ലാതെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കണ്ണും പൂട്ടി ഒരു സാരി വാങ്ങിയാലും നിനക്കത് ചേരും. അതൊരു ഭാഗ്യാടി. ഞാനൊക്കെ 50 സാരി തിരഞ്ഞാൽ അല്പമെങ്കിലും കൊള്ളാവുന്നത് 1ഓ 2ഓ കാണും. പിന്നെ എങ്ങനെ അസൂയപ്പെടാതിരിക്കും? രാവിലെ ഓട്ടോക്കൂലിയും കൊടുത്ത് നീ വന്നത് അസൂയപ്പെടാനോ അത് സാരി വാങ്ങാനോ? വേഗം സാരി നോക്ക് പെണ്ണെ. വേഗം പോയിട്ട് എന്ത് ചെയ്യാനാ? എന്താടി പ്രാണപ്രിയനുമായിട്ട് വല്ല ഔട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സാരി വാങ്ങുന്നത് ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്റെ പൊന്നു ചങ്ങാതി, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ മോശക്കാരിയാക്കരുത്. എന്താ സ്വാമി, വല്ല മാറ്റമുണ്ടോ? ആയമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ അത്യപൂർവമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ആയമ്മയുടെ ഇത്രയും കാലത്തെ പ്രാർത്ഥനയിൽ ദൈവങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു. സ്വാമി ഒന്ന് തെളിച്ചു പറ, മനസ്സിലാകുന്ന ഭാഷയല്ലേ. ദേവന് കല്യാണം അടുത്തൂന്ന്. സത്യാണോ സ്വാമി? കളത്തിൽ അങ്ങനെയാ കാണുന്നത്. ദേവി, എന്റെ പ്രാർത്ഥന കേട്ടൂലോ, സന്തോഷായി. സ്വാമി അതെപ്പോഴാ ഉണ്ടാവുകയെന്ന് പറയൂ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങാലോ. അണ്ടോയ്, എന്താണ് എത്ര ആലോചന? ഞാൻ ആ പെണ്ണിനെ കുറിച്ച് ആലോചിക്കായിരുന്നതാ. എന്താ പറഞ്ഞത്? പെണ്ണിനെ കുറിച്ച് ആലോചിക്കാനോ? ആഞ്ജനേയ ഭക്തനെ ആലോചിക്കാൻ പറ്റിയ വിഷയം തന്നെ പെണ്ണ്. ഓ, എന്തൊക്കെ വാചകോടിയായിരുന്നു മുമ്പ്. അന്ന് എന്താ എന്നോട് പറഞ്ഞത്? ISI മാർക്കുള്ള 916 ഭക്തനാണെന്നല്ലേ? എന്നിട്ടിപ്പോ 916 പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. കൊള്ളാം. അന്നൊക്കെ ബ്രഹ്മചാരിയുടെ ഭക്തനാന്ന് പറഞ്ഞുള്ള തള്ളു കേട്ടോണ്ടല്ലോ, ഒരു രൂപക്കൂട് പണിഞ്ഞ് അതിൽ ഇരുത്താൻ തോന്നും. മുമ്പ് പെണ്ണുങ്ങളെ കാണുമ്പോ ഓടി ഒളിച്ചോണ്ടിരുന്ന ആളാ, ഇപ്പൊ പെണ്ണുങ്ങളെ കുറെ ഓടുന്നു. ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്. ആ ആനന്ദവല്ലിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അണ്ണാ, എത്രയും വേഗം അതിനെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ പാരയാവുന്നു. അതെങ്ങനെയാടാ പറഞ്ഞു വിടുന്നത്? കുറച്ചു ദിവസം താമസിക്കാനല്ലേ അവർ വന്നത്. അന്ന് അച്ഛനെ സമ്മതിക്കുകയും ചെയ്തതാ. പിന്നെ എന്തു പറയാനാ? ഞാനൊരു വിധത്തിൽ കടിച്ചു പിടിച്ച് സഹിക്കുക. അണ്ണന്റെ അച്ഛന് ബുദ്ധിയുണ്ട്. എന്താടാ അച്ഛന്റെ ബുദ്ധിയും ഇതുമായിട്ട് എന്താ ബന്ധം? അണ്ണനോട് അച്ഛനും മറ്റും കല്യാണ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പോഴൊക്കെ അണ്ണൻ എന്തുവാ പറഞ്ഞത്? ആഞ്ജനേയ ഭക്തനാണ്, ആസ്ഥാന ഗുരുവാണ്, ബ്രഹ്മചാരിയാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെയല്ലേ? അതൊന്ന് മാറ്റിയെടുക്കാൻ അച്ഛൻ കണ്ട വഴിയാണിത്.
പൂച്ചയെ പേടിയുള്ളവന്റെ പേടി മാറാൻ പൂച്ചയുടെ കഴിയണമെന്നല്ലേ? പാമ്പിനെ പേടിയുള്ളവന്റെ പേടി മാറ്റാൻ പാമ്പും കൂട്ടിലിട്ടാ മതി. അണ്ണന്റെ സ്ത്രീവിരോധം മാറ്റാൻ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണ് ആനന്ദവല്ലിയെന്ന് കരുതിയാ മതി. പോടാ, അവളുടെ കാര്യം ഓർത്താ മതി. സ്ത്രീ വിരോധം കൂടത്തേ ഉള്ളൂ. അണ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? സത്യം പറയാലോ, വീട്ടിലേക്ക് പോവാൻ തന്നെ പേടിയാ എനിക്കിപ്പോ. ഒരുമാതിരി വളർത്തുപൂച്ചയുടെ സ്വഭാവം അവൾക്ക്. ഏത് നേരം നമ്മളെ മുട്ടി ഒരുമി ചലിച്ചോണ്ട് നടക്കും. ഒരു സൗര്യം തരില്ല. ഞാൻ അവളെ കൊണ്ട് മടുത്തിരിക്കാം. എനിക്ക് പലപ്പോഴും കൈ നിവർത്തി ഒന്ന് കൊടുത്താലും തോന്നുക. വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. ടീച്ചർ ഇവിടെ വന്നു എന്ന് ആ പാറു നുണ പറഞ്ഞതാണോ? വന്നെങ്കിൽ ആയ്മ അത് പറയണ്ടേ? ആയ്മ ഓർക്കാത്തോണ്ടാണെങ്കിലോ? വന്നെങ്കിൽ തന്നെ അത് എന്ത് കാര്യത്തിനായിരിക്കും? ആ ആഹാ, നീ ഇവിടെ ഇരുന്ന് വള്ളം ഉണ്ടാക്കി കളിക്കുകയാണോ? ഇതാ പറയുന്നത്, ചുട്ടയിലെ ശീലം ചുടല വരേന്ന്. അതെന്തായ്മ? എന്റെ കാര്യമാണ് പറയുന്നത്. പിന്നല്ലാതെ നന്നേ ചെറുപ്പത്തില് ഇത് തന്നെയല്ലായിരുന്നോ നിന്റെ പണി? കുറെ പേപ്പർ എടുത്തോണ്ട് ഈ തീരത്ത് വന്നിരിക്കും. എന്നിട്ട് ഓരോരോ വള്ളങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഒഴുക്കി വിടും. ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലായ്മേ? എവിടെന്ന് കിട്ടി നിനക്ക് ഈ കടലാസുകളൊക്കെ? ഇതാരോ ഇവിടെ ചുരുട്ടി വലിച്ചെറിഞ്ഞതാ. ഇതാ മൂല കിടന്നതാ. ഏതായാലും നിനക്ക് കുറെ നേരത്തേക്ക് പണിയായി. ആ പിന്നെ നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചോദിക്കണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ്. എന്റെ മനസ്സറിഞ്ഞതുപോലെ ആയമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങുന്നത് നന്നായി. എന്തായമ്മേ? ആർച്ചക്കുഞ്ഞിന്റെ അമ്മാവനും കുടുംബവും ഇവിടെ വന്നിട്ട് നാളെ എത്രയായി? അവർക്ക് തിരിച്ചു പോകാൻ പരിപാടിയൊന്നുമില്ലേ? ഒരു വീട്ടില് വിരുന്ന് വന്നാല് 4-5 ദിവസമൊക്കെ താമസിക്കാം. ഇതിങ്ങനെ ആഴ്ചകളോളം താമസിക്കാന്ന് പറഞ്ഞാല് അതെന്ത് മര്യാദയാ? ഇറങ്ങിപ്പോകുന്നവരോട് നമുക്ക് പറയാൻ പറ്റുമോ? പറയാതിരുന്നാലേ അവരീ കുടുംബം മുടിപ്പിക്കും. ഇങ്ങനെയുണ്ടോ ഓരോ നശൂലങ്ങള്? പിന്നെ ആ പരമേശ്വരന് രാവിലെ മുതൽ മദ്യപിക്കണം എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. അയാളിങ്ങനെ കുടിച്ചിട്ട് പാറി പറന്ന് നടക്കുന്നത് കാണാം ഏതു നേരവും. പക്ഷേ ആ കൗസല്യ, അവളൊരു വിളഞ്ഞ വിത്താ. എന്താണെങ്കിലും പറഞ്ഞോളൂ. ടീച്ചർ സമ്മതിക്കുമെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ വന്നിരിക്കുന്നത്. എന്തായമേ? ടീച്ചറോടല്ലാതെ എനിക്ക് ഇക്കാര്യം മറ്റാരോടും പറയാൻ പറ്റില്ല. ആയമേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് കേൾക്കുമ്പോ പേടിയാവണു. അമ്മ പറയുന്നത് പോലെ കരുതിയാ മതി. ടീച്ചറ് ദേവൻ കുഞ്ഞിനെ ദേവൻ കുഞ്ഞിനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. ടീച്ചറ് പറ്റില്ലാന്ന് പറയരുത്. ആയ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവൻ സാറിന് എന്ത് പഠിക്കണമെന്നാ? ദേവൻ കുഞ്ഞിന് എഴുതാനും വായിക്കാനും അറിയില്ല മോളെ. ആയ്മ എന്താ തമാശ പറയാണോ? അല്ല മോളെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അതെങ്ങനെയാ ആയ്മേ? ഞാൻ പഠിപ്പിക്കുന്ന സ്കൂള് പോലും അവരുടേതാ. എന്നിട്ടും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അക്ഷരങ്ങളെ തന്നെ വെറുക്കുന്ന ദേവൻ സാറ് ഞാൻ പറഞ്ഞ അനുസരിക്കുമോ? നല്ല മാറ്റമുണ്ട്. ടീച്ചർ പറഞ്ഞ അവൻ അനുസരിക്കും. ടീച്ചർ പറഞ്ഞാലേ അവൻ അനുസരിക്കൂ.